ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. ഇപ്പം തന്നെ ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണണേ. അപ്പം നമ്മുടെ സുധീനെയും ശ്രുതിനെയാണ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അയ്യോ, നമ്മുടെ സുധി ആണെങ്കിൽ പേടിച്ച് വേറെ ഉറങ്ങാൻ പോലും പറ്റുന്നില്ല നമ്മുടെ നാരങ്ങ കാരണം. അങ്ങനെ നമ്മുടെ സുധിയാണെങ്കിൽ നാരങ്ങയെ ഓർത്തുകൊണ്ട് ഉറങ്ങാതെ സമയം പോകുന്നതനുസരിച്ച് ഇരിക്കുകയാണ്. ലാസ്റ്റ് ഗതി കെട്ട് കേട്ടോ, ഒരു സമാധാനം കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിനെ വിളിച്ചെണീപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, എൻ്റെ പൊന്നു ശ്രുതി, നീ എന്ത് ഉറക്കം ഉറങ്ങുന്നത്? ശ്രുതി, നീ എൻ്റെ വായിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എൻ്റെ വാക്ക് കോടലുണ്ടോ എന്നൊന്ന് നോക്കിക്കേ. ഓ എൻ്റെ പൊന്നു ശ്രുതി, 4-5 തവണ എന്നോട് ചോദിച്ചു, ഞാൻ മറുപടിയും പറഞ്ഞു. എന്നെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യല്ലേ ശ്രുതി, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണ്ട. കുറെ നേരമായല്ലോ ശ്രുതി തുടങ്ങിയിട്ട്. എനിക്ക് നാളെ രാവിലെ പാർലറിൽ പോകണം. കടയിൽ പോട്ടെ, ഒന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. അയ്യോ ഉറങ്ങല്ലേ, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കണ്ണടയ്ക്കുമ്പം ആ നാരങ്ങ മനസ്സിലേക്ക് വരിക. ആ നാരങ്ങ, അയ്യോ ഉറക്കത്തില് എൻ്റെ നാരങ്ങ വന്നിട്ട് വാ കോടി പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. അതെ, രേവതിയുടെ സ്വർണം എടുത്ത് വിൽക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. അമ്മാണ്ടൻ സച്ചി പറയുന്നത് കേട്ട് അതൊക്കെ വിശ്വസിച്ചിട്ട് എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാ വിശ്വസിക്കുന്നത്? നിങ്ങൾ അവരുടെ നമ്പറിൽ വീഴല്ലേ എൻ്റെ പൊന്നു ശ്രുതി. അത് പിന്നെ എനിക്ക് പേടിയാവുക. നീ എൻ്റെ വായൊന്ന് നോക്കിക്കേ, കോടുന്നുണ്ടോ? ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. പൊട്ടൻ, വിശ്വാസം വരുന്നില്ല, കണ്ണാടി പോയി നോക്ക്. രാത്രി വേറെ പണിയില്ല മറ്റുള്ളവരുടെ ഉറക്കം കളയാനായിട്ട്. അയ്യോ, ഇനി ഞാൻ ഉറങ്ങുമ്പോൾ വിളിച്ചുണർത്തിയാലേ ആ നാരങ്ങ കാരണമല്ല വാ കോടുന്നത്, ഞാൻ കാരണമാ. ഇടിച്ച് ഞാനുണ്ടല്ലോ ഞാൻ കോടി പരുവത്തിലാക്കും. എനിക്ക് പോകാൻ നോക്ക്. മനുഷ്യനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരു പണിയില്ലേ നിങ്ങൾക്ക്? കിടന്നുറങ്ങും മനുഷ്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി കിടന്ന് ഉറങ്ങുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ വീണ്ടും ഇനിയിപ്പോൾ കോടുവോ നാരങ്ങ? എൻ്റെ ഈശ്വര, ഓടിക്കഴിഞ്ഞാലും ശ്രുതി എന്നെ ഉപേക്ഷിക്കുവോ? അയ്യോ എനിക്ക് പേടിയാവുക. അയ്യോ എടി ശ്രുതി നീ ഉറങ്ങാതെ ശ്രുതി. എൻ്റെ വായ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണോ? അയ്യോ എണീറ്റ് പോകുന്നുണ്ട് ഇവിടെ നിന്ന്. ഇതൊരു ശല്യം ഇത്. ഇറങ്ങി പോകാനാ പറഞ്ഞ മനുഷ്യ. ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയുണ്ടല്ലോ ഞാൻ നിങ്ങൾ കൊല്ലും. മനുഷ്യനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഞാനുണ്ടല്ലോ ഇനി ഞാൻ നല്ല ചവിട്ട് വെച്ച് തരുന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിക്ക് ദേഷ്യം വന്നിട്ട് ശ്രുതി കിടന്ന് ഉറങ്ങാൻ വീണ്ടും കിടന്നു കേട്ടോ. നമ്മുടെ ശ്രുതിക്കല്ലേ അറിയത്തുള്ളൂ. ഓടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഏതായാലും നമ്മുടെ സച്ചിയുടെ എന്താ പറയുക തന്ത്രങ്ങളൊക്കെ അങ്ങ് ഏറ്റു. ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി എന്ത് ചെയ്തു? എണീറ്റ് നടക്കുകയാണ് കേട്ടോ. ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രുതിക്ക്. അതുകൊണ്ട് ഇനിയിപ്പോൾ എണീറ്റ് നടക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എണീറ്റ് ഭയങ്കര നടത്തം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, നാരങ്ങ എല്ലാത്തിനും കാരണം. ആ നാരങ്ങ എടുത്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ സമാധാനം തിരിച്ചു കിട്ടും. ആ നാരങ്ങ, അയ്യോ നാരങ്ങ എടുത്ത് കളഞ്ഞാലോ എൻ്റെ ദൈവമേ, എന്നാൽ കളഞ്ഞേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും ആ നാരങ്ങയുടെ അടുത്തേക്ക് പോയി. ഏതായാലും നാരങ്ങയുടെ അടുത്ത് ചെന്നു. നാരങ്ങ കൃഷ്ണന്റെ രൂപത്തിന് മുമ്പിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പതുങ്ങി വന്നിട്ട് ഒരൊറ്റ തോണ്ടൽ തോണ്ടിയപ്പോഴത്തേക്ക് പേടിച്ചു പോയിട്ട് നമ്മുടെ ശ്രുതി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര. അപ്പം അങ്ങനെ ചന്ദ്ര പറഞ്ഞു, എടാ നീ പേടിക്കാതെടാ, ഞാൻ നിന്റെ അമ്മയാടാ. എൻ്റെ പൊന്നമ്മ പേടിച്ചു പോയല്ലോ. ഇതെന്താ പുറകിൽ കൂടെ വന്നത്, മുമ്പിൽ കൂടെ വരത്തില്ലായിരുന്നു? എനിക്ക് കിടന്നിട്ടാണ് ഉറക്കം വരുന്നില്ല. അതേ മോനെ, എനിക്കും കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എൻ്റെ വായ കോടുന്നുണ്ടോ? നീ ഒന്ന് നോക്കിക്കേ, നീ ഒന്ന് നോക്കടാ. ഇല്ലമ്മേ, അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. എൻ്റെ വായൊക്കെ വേദനിക്കുന്നുണ്ടമ്മേ. എൻ്റെ മുഖങ്ങളും കോടുന്നുണ്ടോ അമ്മേ? അയ്യോ എനിക്ക് പേടിയാവുന്നമ്മേ. ഇല്ല, നിന്റെ മുഖമൊന്നും കോടുന്നില്ല. അയ്യോ നീ കാരണം ഭയന്ന് കഴിയേണ്ട അവസ്ഥയിലാണല്ലോ എൻ്റെ പൊന്നു ശ്രുതിയെ. അമ്മേ, നാളെ രാവിലത്തേക്ക് എൻ്റെ വായ കോടും, എൻ്റെ സൗന്ദര്യം മുഴുവൻ പോവും. ശ്രുതി എന്നെ ഇട്ടിട്ട് പോകും. അയ്യോ പിന്നെ എൻ്റെ വാ ഓടിക്കഴിഞ്ഞിട്ടുണ്ട് സൗന്ദര്യം കൂടുകയല്ലേ ചെയ്യുന്നത്. എനിക്കും പേടിയുണ്ട്. എൻ്റെ മുഖം, അയ്യോ നാളെ രാവിലത്തേക്ക് എൻ്റെ മുഖം ഏതവസ്ഥയിലെത്തും? അയ്യോ എനിക്ക് പേടിയാവും അമ്മേ. എന്താമ്മേ ഇനി ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കരയാനും തുടങ്ങി. അവിടെ പോയി കുത്തിപ്പിടിച്ചിരുന്ന് കരയോ ഉറക്കോ ഇല്ല. രണ്ടെണ്ണത്തിനും ഭയങ്കര കരച്ചിൽ. ഇനി ശ്രുതി ഉപേക്ഷിച്ച് പോകുമോ? ഈ ചെറുനാരങ്ങ ഇത്രയും വൃത്തികെട്ട ഫ്രൂട്ടാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അമ്മേ. അയ്യോ ഇനി ഞാൻ ഈ ജന്മം നാരങ്ങ വെള്ളം പോലും കുടിക്കത്തില്ല. വൃത്തികെട്ട ഫ്രൂട്ട്. മോനെ കുടിക്കേണ്ടി വരും.
നാരങ്ങ വെള്ളവും സർബത്തും ഒക്കെ കുടിക്കേണ്ടി വരും. പ്രായം കൂടിയാൽ ചോറും പെറോട്ടും ഒന്നും കഴിക്കാൻ പറ്റേണ്ടി വരില്ല. നാരങ്ങ വെള്ളവും ജ്യൂസും ഒക്കെ മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വരും. അയ്യോ അമ്മേ, ഇതുപോലെ കൂടിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലല്ലോ. അയ്യോ, പിന്നെ ഞാൻ ആത്മഹത്യ ചെയ്യുള്ളത്തുള്ളൂ. അയ്യോ എൻ്റെ ശിവനെ. അല്ല, നമുക്ക് സത്യം എല്ലാം കൂടെ സച്ചിയോട് രേവതിയോടും തുറന്ന് പറഞ്ഞാലോ? ഓ എടാ മണ്ട, ഒക്കെ പറഞ്ഞ് അതോടെ തീർന്നു. നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. പിന്നെ നമുക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റുമോടാ? ഇല്ലടാ, പറ്റത്തില്ല. അയ്യോ, അതുകൊണ്ട് അതൊന്നും വേണ്ട. അമ്മേ ദേ നോക്കിക്ക്, ഒന്നെങ്കിൽ എൻ്റെ വായ കൂടും, അല്ലെങ്കിൽ ഭയന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കും. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ പ്രശ്നമാണ്. പ്ലീസ്, പ്രശ്നമാകും. എടാ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഭാമയ്ക്ക് നല്ല അറിവാ. എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് നമുക്ക് അവളോടൊന്ന് വിളിച്ച് ചോദിച്ചാലോ? അത് വേണോ? ഇനി ഭാമ ആൻറ്റിയോട് ചോദിക്കണോ? അയ്യോ വേണം, വേറെ വഴിയൊന്നും നമ്മുടെ മുമ്പിലില്ല. എന്നാൽ പിന്നെ ശരി, ഭാമ ആൻറ്റി വിളിച്ച് ചോദിക്കുക എന്ന് നമ്മുടെ സുധി പറഞ്ഞു. പിന്നെ കാണിക്കുന്ന ചന്ദ്രയെ ഭാമയും സംസാരിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര ചോദിക്കുക, ചന്ദ്രയല്ല ഭാമ ചോദിക്കുക, എന്ത് പറ്റി ചന്ദ്ര, എന്ത് പറ്റി? ഭാമേ, ഞാൻ വലിയൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുക. അദ്ദേഹം രക്ഷപ്പെടാൻ ഒരു വഴി പറഞ്ഞു തരണം. എന്താ പറ്റിയത് നിനക്ക്? എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയില്ല ഞാൻ. രേവതിയുടെ ആഭരണം ഞാൻ ശ്രുതിക്ക് കൊടുത്തിരുന്നില്ലേ? അത് കാരണം എനിക്ക് സംസാരിക്കാനാവുമോ എന്ന പേടിയാ. എനിക്ക് മാത്രമല്ല, ശ്രുതിക്കും. സച്ചി ഉണ്ടല്ലോ, ഏതോ ഒരു പൂജാരി കൊടുത്ത് നാരങ്ങ പൂജാമുറി കൊണ്ട് വെച്ചിരിക്കുക. അതിന് ഭയങ്കര ശക്തിയാ. 48 മണിക്കൂറിനകം ആ സ്വർണം മാറ്റിയവരുടെ വായ കോടും അത്രേ. അയ്യോ ചന്ദ്രൻ, അപ്പം നിന്റെ വായ കോടിയോ? അയ്യോ, എൻ്റെ വായ ഇപ്പം കോടിയിട്ടൊന്നുമില്ല ഭാമ. പക്ഷെ കോടിയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുമായിരുന്നോ? കോടും, അത് ഉറപ്പാ. 48 മണിക്കൂറിനകം എപ്പോൾ വേണമെങ്കിലും എൻ്റെ വായ കോടും, അത് ഉറപ്പാ. അത് ശരിയാ, ഉറപ്പായും വായ കോടും ചന്ദ്രേ, അത് ഉറപ്പായ കാര്യമാണ്. ഈ നാരങ്ങ പൂജിച്ച് വെച്ചത് കാരണമേ തെറ്റ് ചെയ്ത എത്രയോ പേരുടെ വായ കോടിപ്പോയിട്ടുണ്ട്. എനിക്കറിയാവുന്ന കുറേ പേരുണ്ട് ചന്ദ്രേ. അയ്യോ മാമ സത്യമാണോ? സത്യമാന്നേ. പൂജിച്ച നാരങ്ങ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പലതും നടക്കും. എനിക്കറിയാം, എനിക്ക് അനുഭവം ഉള്ളതാ. അയ്യോ, ഞാൻ ആ നാരങ്ങ എടുത്ത് വീടിന് വെളിയിൽ എറിയട്ടെ? അയ്യോ തുടരുത്. തൊട്ടാലേ കൂടുതൽ പ്രശ്നം ഉണ്ടാവും. ചിലപ്പോൾ തല വരെ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തൊടാൻ പോണ്ട. അയ്യോ ഭാമയെ പേടിച്ചിട്ട് എനിക്ക് ശ്രുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ഈ നാരങ്ങ കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതെ ചന്ദ്രേ, എനിക്ക് അറിയാവുന്ന ഒരു സ്വാമിയുണ്ട്. നമുക്ക് നാളെ രാവിലെ ആ സ്വാമിയെ പോയൊന്ന് കാണാം, എന്നിട്ട് സംസാരിക്കാം. നീ ഒരു 7 മണിയാകുമ്പോൾ സുധീനെ കൂട്ടി ഇങ്ങ് വന്നാൽ മതി. നമുക്ക് സ്വാമീനെ കാണാം. അദ്ദേഹം ഇതിനൊരു പ്രതിവിധി തീർച്ചയായിട്ടും പറഞ്ഞു വരും. ഒരു ശക്തിയെ മറ്റൊരു ശക്തി കൊണ്ട് ഇല്ലാതാക്കും അദ്ദേഹം. അങ്ങനെയാ, നീ സുധിയെ കൂട്ടി ഇങ്ങോട്ടേക്ക് വാ. അല്ല, അതിൻ്റെ ഇടയിൽ എൻ്റെയും സുധിയുടെയും വായ കോടിയാലോ? കോടിയാൽ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും 48 മണിക്കൂർ സമയം കിട്ടുന്നുണ്ടല്ലോ. രാവിലെ തന്നെ നമുക്ക് സ്വാമിജിയെ കാണാം. നീ ഇപ്പം പോയി സമാധാനത്തിൽ കിടന്നുറങ്ങ് ചന്ദ്രേ. എന്നിട്ട് രാവിലെ ആകുമ്പോൾ 7 മണിയാകുമ്പോൾ നീ വാ. എന്നാൽ പിന്നെ ശരി ചന്ദ്രയെ വെക്കുക എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴത്തേക്ക് സുധി ഓടി വന്നിട്ട്, എന്താ ഭാമയാരി പറഞ്ഞത്? അതെ, ഒരു സ്വാമിയുണ്ട്, നാളെ രാവിലെ തന്നെ പോയി കാണണം. അപ്പം സ്വാമിയെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖമൊന്നും കോടില്ലായിരിക്കും അല്ലേ? എടാ മിണ്ടാതിരിക്കടാ, ഇതിനൊരു പ്രതിവിധി കാണണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കുക. നീ ഓർത്തോ, എൻ്റെ മുഖത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നീ അതിന് കാരണം. നിന്നെ ഞാൻ കൊല്ലും. മോനാണെന്നൊന്നും വിചാരിക്കത്തില്ല. അയ്യോ അമ്മേ, അങ്ങനെയൊന്നും പറയല്ലേ അമ്മേ. അയ്യോ, സ്വന്തം കാര്യം നോക്കാൻ പോയതാണ് ഇപ്പൊ ഈ അവസ്ഥ വന്നത്. ഉള്ളവർ സമാധാനം പോയല്ലോ എൻ്റെ പോകുന്നു ഭഗവാനേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, കരഞ്ഞോട്ടോ. പിന്നെ കാണുന്നത് നേരം വെളുത്തിട്ട് നമ്മുടെ ശ്രുതി കണ്ണാടി നോക്കി ഇങ്ങനെ ഒരുങ്ങാണ് കേട്ടോ. അപ്പം ശ്രുതി കിടക്കുകയാണ്. അപ്പം ശ്രുതി എണീറ്റ് നോക്കിയപ്പോഴത്തേക്കും ശ്രുതിനെ കാണുന്നില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി ചോദിച്ചു, ഇതെന്ത് പറ്റി? നേരം വെളുത്ത ഉടനെ തന്നെ ഒരുങ്ങി പിറക്കി കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്, എവിടെയാണ് പോകുന്നത്? അത് പിന്നെ വേണ്ട, അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട്, ഇനിയിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു നുണ പറഞ്ഞേ പറ്റൂ. ഭാമയാറ്റിനെ കാണാൻ പോകാന്ന് പറഞ്ഞ് ഇവള് വഴക്ക് പറയുമെന്ന് പറഞ്ഞിട്ട് വിഷയം മാറ്റിവിടും. അപ്പോഴത്തേക്ക് നമ്മൾ ശ്രുതി ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ട് പോവാ മനുഷ്യ, ഒന്ന് പറ. അതെ, ഭാമയാൻറ്റി അമ്മയും കൂടി എന്തോ ഒരു ഫംഗ്ഷന് പോകുന്നുണ്ട്. അപ്പം രണ്ടുപേരെയും അവിടെ കൊണ്ടുവിടാൻ വേണ്ടി ഞാൻ പോവുക. ഓ അതാണോ? അല്ല ശ്രുതി പോയിട്ട് പെട്ടെന്ന് വരുമോ? ഇല്ല, പെട്ടെന്ന് വരുമെന്ന് ചോദിച്ചാൽ രണ്ടുപേരെ അവരെ കൊണ്ടുവിട്ടതിന് ശേഷം എനിക്കൊരു ഡീലറിനെ കാണാൻ പോകണം. അല്ല, ഈ സമയത്ത് ഡീലറോ?
ആ കുറച്ച് കഴിഞ്ഞാലേ നല്ല ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകും, പിന്നെ ഭയങ്കര പാടാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അങ്ങ് പോകുന്നത്. എങ്കിലേ സുധി ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ പെട്ടെന്ന് റെഡിയാകാം, ഞാനും കൂടെ വരാം. പോകുന്ന വഴി സുധി എന്നെ പാർലറിൽ ഇറക്ക ഒരു ക്ലയൻറ്റ് രാവിലെ വരുന്നു പറഞ്ഞു. അവർക്ക് എന്തോ ഫംഗ്ഷന് പോകാനെങ്ങാണ്ടുള്ളതാ. അയ്യോ, ഞാൻ വേറൊരു റൂട്ട് വഴിയാണ് പോകുന്നത്. നിന്നെ അങ്ങോട്ടേക്ക് പാർലറിൽ വിടാനുള്ള സമയമില്ല. ഇപ്പം തന്നെ ടൈം പോയി. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുക, നീ ഒരു ഓട്ടോ വിളിച്ചു പോ. ഓട്ടോ വിളിച്ചു പോകാനോ? എന്താ പറ്റിയ സുധി? അയ്യോ, സമയം പോയി, സമയം പോയി, സമയം പോയി, ഞങ്ങൾ പോട്ടെ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെപ്രാളപ്പെട്ട് നമ്മുടെ സുധി അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ശ്രുതിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സച്ചി കിടന്ന് അലറുക, രേവതി ഒന്ന് വേഗം കൊണ്ടുപോകാൻ, എനിക്ക് ട്രിപ്പുണ്ട്, പെട്ടെന്നാട്ടെ ഒരു ചായ എടുക്ക്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി വന്നിട്ട് എൻ്റെ പൊന്ന് സച്ചിയേട്ടാ കിടന്ന് അലറാതെ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ, 2 കൈയാണെങ്കിലും 4 കൈയാണെങ്കിലും കിട്ടേണ്ടത് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അപ്പോഴത്തേക്കും സച്ചി അത് കുടിക്കുകയാണ് കേട്ടോ, ചായ ഇങ്ങനെ കുടിക്കുകയാണ്. അല്ല, ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല നിനക്ക് എന്താ പറ്റിയത്? ഞാൻ രാവിലെ ചായ കുടിക്കുള്ളൂ നിനക്ക് അറിയത്തില്ലേ? ആഹാ, ഇത് ചായ അല്ല, നിന്നെ ചാരായമാണോ? ചാരായമായിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായേനെ. നിങ്ങൾക്ക് സന്തോഷമാകും. ഓ രേവതി, ഇത് ചായയല്ല കോഫിയാ, മാറിപ്പോയില്ലേ? അയ്യോ, ഞാനിത് അമ്മയ്ക്ക് എടുത്ത് വെച്ചതാ, മാറിപ്പോയി. ഓ നീ ഇത് ഏത് ലോകത്താ? നിനക്ക് ബോധമൊന്നുമില്ലേ? എനിക്ക് ചായയല്ലേ വേണ്ട, കോഫിയല്ല. ചായക്ക് പകരം ഒരു കോഫി കൊണ്ടുവന്നതിന് പകരം ഇത്രയ്ക്കും ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ ചുമ്മാ സാധാരണ രീതി പറഞ്ഞതാ. എന്തിനാ അങ്ങനെ പറയുന്നത്? ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല. സ്ത്രീകളെ ബഹുമാനിക്കണം, തല്ലരുത്, തല്ലാൻ കൈ ഓങ്ങു പോലും ചെയ്യരുത്, അങ്ങനെ ചീത്ത വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. അല്ല, ഞാൻ തല്ലിയിട്ടുണ്ടോ നിന്നെ? കൈ ഓങ്ങുമോ ഞാൻ നിന്നെ? സച്ചേട്ടനെ തല്ലാനായിട്ട് കൈ ഓങ്ങിയിരുന്നു. എപ്പം? അന്ന് ഞാൻ പൂ കെട്ടാൻ പോയിട്ട് വരാൻ വൈകിയ സമയത്ത്. അയ്യോ, അത് സ്നേഹം കൊണ്ടല്ലേ രേവതി, ദേഷ്യം കൊണ്ടാണോ? ആദ്യം നിങ്ങളുടെ കണ്ണുകളിൽ ഒരു സ്നേഹം കണ്ടിരുന്നു നീ പറഞ്ഞല്ലോ. അതൊക്കെ അന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനന്ന് പറഞ്ഞത് തെറ്റാ. സ്നേഹമൊന്നുമില്ല, സ്നേഹം കൊണ്ട് ആരും തല്ലത്തൊന്നുമില്ല. ഇനി അങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേവതി ആരാണെന്ന് പലരും അറിയും. ഭാര്യ എന്നല്ല ഒരു സ്ത്രീയെയും തല്ലാൻ പാടില്ല, കൈ ഓങ്ങാൻ പാടില്ല, വാക്കുകൊണ്ട് പോലും സ്ത്രീകളെ മുറിവേൽപ്പിക്കരുത്. ഓ പിന്നെ അപ്പൊ നീ അതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുകയായിരുന്നല്ലേ? ശരി ശരി ശരി, ഇനി ഞാൻ ആവർത്തിക്കില്ല. അതുപോലെ അതെ, ഇങ്ങത്താ, ഞാൻ ചായ എടുത്തോണ്ട് തരാം. വേണ്ട വേണ്ട, ഇത്രവും കേട്ടൂലോ, ഇന്ന് ഞാൻ കോഫി കുടിച്ചോളാം. ഇന്നൊരു ദിവസം കോഫി കുടിച്ചു എന്നോർത്തോണ്ട്, ചായ കുടിച്ചു എന്നോർത്തോണ്ട് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ചായ ഞാൻ കുടിച്ചോളാം. എന്നാൽ പിന്നെ ഞാൻ അമ്മയ്ക്ക് നാരങ്ങ കൊണ്ട് കൊടുക്കട്ടെ. നാരങ്ങ അല്ല കേട്ടോ, ചായ കൊണ്ട് കൊടുക്കട്ടെ. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, അതെ അമ്മ ഇവിടെ ഇല്ല, നീ ഇപ്പം ചായ ഒന്നും കൊണ്ട് കൊടുക്കണ്ട. ചായ കൊണ്ട് കൊടുക്കണ്ടെന്നോ? അല്ല, അമ്മ എവിടെ പോയെന്നാ? വല്ല ജോത്സ്യനോ സ്വാമിയോ ഒക്കെ കാണാൻ പോയതായിരിക്കും. ആ സുധീനെ കൂട്ടിയാണ് പോയിരിക്കുന്നത്. 2 പേര് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. മുഖം കാണുമ്പോൾ നന്നായിട്ട് അറിയാം. ആരെയും കണ്ടിട്ട് ഒരു കാര്യമില്ല. അവര് ഭായിന്ന് സത്യം പറയിക്കും ഞാൻ. നോക്കാം സച്ചേട്ടാ, നമുക്ക് നോക്കാം. നോക്കണ്ടടി, ഞാൻ പറയിക്കുന്നു പറഞ്ഞാൽ പറയിക്കും, എനിക്കറിയില്ലേ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് സ്വാമിജീനെ കാണാൻ പോയ നമ്മുടെ സുധീനെയും അതുപോലെ ചന്ദ്രനെയാണ് കേട്ടോ. കൂടെ ഭാമയും ഉണ്ട്. അങ്ങനെ സ്വാമിജി ചോദിക്കുക, എന്താണ് നിങ്ങളുടെ പ്രശ്നം, എന്താ പറ്റിയത്? അത് പിന്നെ ചന്ദ്ര പറയെ പഠിച്ച് നിൽക്കാതെ എന്ന ഭാമ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, അതേ സ്വാമി, എൻ്റെ വീടിൻ്റെ പൂജാമുറിയിൽ ഒരു സ്വാമി പൂജിച്ച ഒരു നാരങ്ങ കൊണ്ടുവച്ചിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ ഉള്ളൊരു പേടിയുണ്ട് ഞങ്ങൾക്ക്. ഓ, അപ്പം നിങ്ങളെന്തോ വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളെന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ സ്വാമിജി, തെറ്റ് ചെയ്തത് ഞാനല്ല, എൻ്റെ മകനാ. അപ്പോഴത്തേക്കും പെട്ടെന്ന് സുധി പറഞ്ഞു, അയ്യോ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? നീ നന്നായിട്ട് ഭയന്നിരിക്കുവാണ്. നിന്റെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വാമിജിക്ക് മനസ്സിലാകും. അത് പിന്നെ സ്വാമിജി, ഞാനും ഇവനും തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവൻ എൻ്റെ മൂത്ത മകന്. ഇവനൊരു പ്രശ്നത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി വേറൊരു മകൻ്റെ ഭാര്യയുടെ സ്വർണം എടുത്ത് ഞാൻ അവരറിയാതെ ഇവന് കൊടുത്തു. ഇവൻ അതെന്ത് ചെയ്തു? അത് വിറ്റു. ഇപ്പം ആ മകനാണെങ്കിൽ സ്വർണം എടുത്തവരെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഓരോ വിദ്യകളൊക്കെ പറഞ്ഞ് നടക്കുക. ഏതോ ഒരു സ്വാമിയുടെ കയ്യിൽ നിന്ന് പൂജിച്ച് വാങ്ങിയ നാരങ്ങ ഞങ്ങളുടെ പൂജാമുറിയിൽ കൊണ്ടുവച്ചിരിക്കുക. 48 മണിക്കൂറിനകം
സ്വർണം എടുത്തവരുടെ വായ കോടിപ്പോകുന്ന അവൻ പറയുന്നത്. പേടിച്ച് പേടിച്ച് ഉറങ്ങാതെ ഞങ്ങൾ ഇന്നലെ മുഴുവൻ ഇരുന്നത്. ഉറക്കം പോലും കിട്ടുന്നില്ല സ്വാമിജി. ഈ നിമിഷം വരെ പേടിയാ. എന്താ സ്വാമിജി ചെയ്യേണ്ടത്? എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ സ്വാമിജി. അപ്പോഴത്തേക്ക് നമ്മുടെ സ്തുതി പറയാ, ഏയ് അങ്ങനെയൊന്നും നടക്കില്ലമ്മേ, അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കുമല്ലേ സ്വാമിജി? ഏയ് അതൊന്നും വെറുതെ പറയുന്നതല്ല, ഉറപ്പായിട്ടും നടക്കും, ഉറപ്പായിട്ടും. പൂജിച്ച് വാങ്ങിച്ച ചെറുനാരങ്ങയ്ക്ക് അതിനുള്ള ശക്തി ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ നടക്കുക തന്നെ ചെയ്യും. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുള്ളവരല്ലേ, ഉറപ്പായിട്ടും നിങ്ങളുടെ വായ കൂടും. അത് ഉറപ്പായ കാര്യം തന്നെ. അയ്യോ സ്വാമിജി അങ്ങനെയൊന്നും പറയില്ല സ്വാമിജി. അയ്യോ വായ കൂടുന്നോ? അയ്യോ വേണ്ട സ്വാമിജി, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കും സ്വാമിജി, പ്ലീസ് സ്വാമിജി, കാല് പിടിക്കാൻ സ്വാമിജി. അപ്പോഴത്തേക്ക് ഭാമ പറഞ്ഞു, എൻ്റെ പൊന്ന് സ്വാമിജി, ഇവന് വേണ്ടി ഇവൻ്റെ അമ്മ അങ്ങനെ ചെയ്തു പോയതാ. രണ്ടുപേരെ എന്തെങ്കിലും പരിഹാര കർമ്മങ്ങൾ ചെയ്ത് രക്ഷിക്കണം സ്വാമിജി, അല്ലെങ്കിൽ ഇത് ഇവിടെ ഒന്നും നിൽക്കില്ല, പാവങ്ങളാ സ്വാമിജി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സ്വാമിജി അവിടെ നിന്ന് ഒരു ഭസ്മൊക്കെ എടുത്തിട്ട് ഹോം ഹീം ഹാ ഹൂ 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 ഹീ ഹീ എന്നൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭസ്മൊക്കെ നിലത്തേക്ക് ഒരൊറ്റ എറിഞ്ഞിട്ട് അവിടെ ഇന്നൊരു നാരങ്ങ എടുത്തിട്ട് ഒരു ചുമല ഒരു തുണിയിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് ദാ ഇത് മേടിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സുധി, അയ്യോ ഒരു ചെറുനാരങ്ങയെ പേടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ സ്വാമിയും ചെറുനാരങ്ങയാണല്ലോ തന്നു വിടുന്നത്. അതെ, ഇത് പിടിക്ക, എൻ്റെ മന്ത്രത്താൽ ശക്തി കൂടിയ ചെറുനാരങ്ങയാണിത്. ഈ ചെറുനാരങ്ങ ഇത് നല്ലത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇത് കൊണ്ടുപോയി നിങ്ങൾ ആ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന ആ ചെറുനാരങ്ങയുടെ എതിർവശത്തായിട്ട് വെക്കണം. ആ ചെറുനാരങ്ങ എതിർവശത്തായിട്ട് വെക്കുമ്പോൾ ആ ചെറുനാരങ്ങയുടെ ശക്തി ഈ നാരങ്ങ ഇല്ലാതാക്കും. അങ്ങനെ ഈ നാരങ്ങയ്ക്ക് ആ ദോഷം സംഭവിക്കും. നിങ്ങൾക്ക് പറ്റാനുള്ളത് ഈ നാരങ്ങയ്ക്ക് പറ്റും. അങ്ങനെ നമ്മുടെ ചന്ദ്രൻ എന്ത് ചെയ്തു? ആ നാരങ്ങ ഇരു കൈയും നീട്ടി ഇങ്ങനെ തൊഴുത് മേടിക്കുകയാണ് കേട്ടോ. അയ്യോ, എന്നിട്ട് നമ്മുടെ ചന്ദ്രൻ സ്വാമിജീനെ ഒരു നോട്ടമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഏതായാലും ഈ സീൻ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ അടുത്ത വിശേഷവുമായി എത്രയും പെട്ടെന്ന് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഇപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുതേ.